നമസ്കാരം. ഒരാൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് അയാളുടെ മരണമെന്ന് മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിൽ ആനന്ദ് എഴുതിയിട്ടുണ്ട്. മരണം കൊണ്ടല്ലാതെ ജീവിതം കൊണ്ട് ഞാൻ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. അത്യധികമായ ആനന്ദം കൊണ്ടും കുമിഞ്ഞുകൂടിയ കാശിൻ്റെ ബലത്തിലും അധികാരത്തിൻ്റെ സുഖത്തിലും ഈ ലോകം വിട്ടുപോകാൻ മടിക്കുന്ന നേതാക്കന്മാരും സമ്പന്നരും ഒരു വശത്ത്, ഉള്ളിലെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഹൃദയം തകർക്കുമ്പോൾ ആത്മഹത്യയിൽ അഭയം തേടുന്നവർ മറ്റൊരു വശത്ത്. ആത്മഹത്യയുടെ നടുക്കുന്ന വാർത്തകൾ കേട്ട് മരവിച്ചു നിൽക്കുകയാണ് നമ്മുടെ പരിഷ്കൃത സമൂഹം. വിദ്യാഭ്യാസമോ പദവികളോ രാഷ്ട്രീയമോ ഒന്നും ആത്മഹത്യ ചെയ്യാൻ ഉറച്ചവനെ പിന്തിരിപ്പിക്കുന്നില്ല. ഏറ്റവും പുതിയ 2 ആത്മഹത്യാ വാർത്തകൾ ശ്രദ്ധിക്കൂ. പാലക്കാട് ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SHO ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച വാർത്തയാണ് ഒന്ന്. ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കാനായി പോയ SHO തിരിച്ചു വരാതിരുന്നതിനെ തുടർന്ന് സഹപ്രവർത്തകർ അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. 12 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചാണ് ബിനു തോമസ് ഫാനിൽ ആത്മഹത്യ ചെയ്തത്. ജോലിയുടെ സമ്മർദ്ദവും കുടുംബ പ്രശ്നങ്ങളുമൊക്കെ മരണകാരണമായി പറയുന്നുണ്ട്. എത്രയോ ആത്മഹത്യകൾ ഈ സർവീസ് കാലത്തിനിടയിൽ കണ്ടയാളായിരുന്നു അദ്ദേഹം. ആ മനുഷ്യൻ്റെ ഉള്ളിലിരിപ്പറിയാൻ ഒരു സഹപ്രവർത്തകനും കഴിഞ്ഞതേയില്ല. കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ എത്രയെത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ നമ്മൾ കണ്ടത്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് RSSൻ്റെ പ്രാദേശിക നേതാവ് ജീവനൊടുക്കിയ വാർത്തയാണ് മറ്റൊന്ന്. നേതാക്കളുടെ മണ്ണുമാഫിയ ബന്ധത്തെപ്പറ്റി തുറന്നെഴുതി എൻ്റെ ശരീരം പോലും അവരെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് 40-കാരനായ ആനന്ദ് K. തമ്പി ജീവനൊടുക്കിയത്. ഒരു വാർഡിൽ സീറ്റ് നിഷേധിച്ചാൽ പോലും ആത്മഹത്യ ചെയ്യുന്ന തലത്തിലേക്ക് എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സ് മാറിയത്? ഒരുപക്ഷെ അയാൾ തൻ്റെ പ്രസ്ഥാനത്തെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാകണം. അല്ലാത്തവന് കാലുമാറി ഒറ്റ രാത്രി കൊണ്ട് അപ്പുറത്തെത്തിയാൽ സീറ്റ് ഉറപ്പാണല്ലോ. ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ കേരളത്തെ എത്രമാത്രം നടുക്കി. അഹങ്കാരിയായ ഒരു സ്ത്രീയുടെ പ്രസംഗ ഭീഷണി കേട്ടയുടനെ സ്വന്തം കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും അനാഥമാക്കി ജീവനെടുക്കാൻ തോന്നിയ ആ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ പോലും വെറുക്കാനും തോന്നും. ഇത്രയേറെ വിദ്യാസമ്പന്നനും പരിചയസമ്പന്നനുമായൊരു മനുഷ്യൻ എന്തിനീ വഴി തിരഞ്ഞെടുത്തുവെന്ന് ചിലപ്പോൾ തോന്നും. അതൊരു കൊലപാതകമാണോ എന്ന് പോലും ഇപ്പോഴും സംശയമുണ്ട്. അത് വേറെ കാര്യം. അല്ലെങ്കിൽ ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തപ്പോൾ കണ്ണൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി വരില്ലല്ലോ. ഉള്ള ജോലി വലിച്ചെറിഞ്ഞ് കിട്ടുന്ന ആനുകൂല്യവും വാങ്ങി നവീൻ ബാബുവിന് എത്രയോ കാലം സുഖമായി ജീവിക്കാമായിരുന്നു. ADM ആയി തന്നെ മരിക്കണമെന്ന് വാശിയുണ്ടായിരുന്നു അയാൾക്ക്. പിണറായി സർക്കാരിന് വേണ്ടി ചത്തുകിടന്ന് ന്യായീകരിക്കുകയും എതിരാളികളെ മ്ലേച്ഛമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും ചെയ്തിരുന്ന CPMൻ്റെ സൈബർ പോരാളിയായ അബു അരീക്കോടിൻ്റെ ആത്മഹത്യയാണ് ഞെട്ടിച്ച മറ്റൊരു സംഭവം. ആ ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാണ് തൻ്റെ വേണ്ടപ്പെട്ടവരോട് പോലും ഹൃദയം തുറന്ന് സംസാരിക്കാതിരുന്നത്? അങ്ങനെ എത്രയെത്ര ആത്മഹത്യകൾ. പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ചവർ എത്ര. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന PR പ്രദീപ് പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ചതും ഒരു നടുക്കുന്ന സംഭവമായിരുന്നു. വയനാട്ടിൽ കൂട്ടയാത്മഹത്യ ചെയ്ത കോൺഗ്രസ് കുടുംബത്തെയും ഓർക്കുന്നില്ലേ? ഇത്തരം ആത്മഹത്യകൾ എല്ലാ പാർട്ടിയിലുമുണ്ട്. തിരുമലയാനിൽ ആത്മഹത്യ ചെയ്തതിൻ്റെ വിവാദം അടങ്ങും മുൻപാണ് BJPയെ പ്രതിസന്ധിയിലാക്കി ആനന്ദ് തമ്പി എന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ മരിച്ചത്. ഒപ്പം നടക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പോലും മനസ്സറിയാത്തവരായി നമ്മൾ മാറിയത് എന്തുകൊണ്ടാണ്? ഹൃദയം തുറന്ന് സംസാരിക്കുന്നവരും വാക്കുകളെ തീപ്പൊരിയാക്കുന്നവരും എല്ലാം തൻ്റെ മനസ്സിൻ്റെ വിങ്ങലുകൾ ഒളിപ്പിച്ചു വയ്ക്കും. എല്ലാം തുറന്നു പറയാൻ നമുക്ക് എന്തുകൊണ്ടാണ് ഒരാളെങ്കിലും ഇല്ലാതെ പോകുന്നത്? വിശ്വസിക്കുന്ന പ്രസ്ഥാനവും സമുദായവും കുടുംബ ബന്ധുക്കളും പോലും ചിലപ്പോൾ നമ്മുടെ മനസ്സറിയുന്നവർ ആകണമെന്നില്ല. ചിലപ്പോൾ ഒപ്പം കഴിയുന്ന ഭാര്യ പോലും, അഥവാ അറിഞ്ഞാൽ തന്നെ ഗൗനിക്കുന്നവരുമല്ല. രാഷ്ട്രീയ നേതൃത്വത്തിന് പ്രവർത്തകരുടെ മനസ്സറിയാൻ കഴിയാതെ പോകുന്നു. സീറ്റ് നിഷേധിക്കപ്പെട്ട നിരാശനായ ആനന്ദിനെ ഒരു വാക്കുകൊണ്ടെങ്കിലും ആശ്വസിപ്പിച്ച് ഒപ്പം നിർത്താൻ ആ നാട്ടിൽ RSSകാർ ആരും ഉണ്ടായിരുന്നില്ലേ? ഒരുത്തൻ്റെ കട്ടിലൊഴിഞ്ഞിട്ട് കയറിക്കിടക്കാൻ കൊതിക്കുന്നവർ സമുദായത്തിലും രാഷ്ട്രീയത്തിലും പദവികളിലും എല്ലാമുണ്ട്. കഴിഞ്ഞ 1 വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ മതി കേരളത്തിൽ ആത്മഹത്യ ചെയ്തവർ എത്രയെത്ര. പ്രമുഖരുടെ മരണവാർത്തകൾ മാത്രമായിരിക്കും കൂടുതലായി പുറം ലോകം അറിയുക. അല്ലാത്തതൊക്കെ സിംഗിൾ കോളം ചരമവാർത്തയായി ഒതുങ്ങുകയായി. തൊഴിലില്ലാത്ത യുവാക്കൾ ജീവനൊടുക്കുന്നതിൽ കേരളം 1-ാം സ്ഥാനത്തും കൂട്ടയാത്മഹത്യയിൽ 2-ാം സ്ഥാനത്തുമെത്തി. ആത്മഹത്യാ നിരക്കിൽ കേരളം രാജ്യത്ത് 3-ാം സ്ഥാനത്താണ്. ആഹാ,
നമ്മുടെ നവോത്ഥാന കേരളം എത്രമാത്രം മാറിപ്പോയിരിക്കുന്നു. 2023 രാജ്യത്താകെ 1,71,418 പേർ ആത്മഹത്യ ചെയ്തു. അന്ന് 6ാമതായിരുന്നു കേരള സംസ്ഥാനം. 10,972 പേരാണ് ഇവിടെ ജീവനൊടുക്കിയത്. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2023 വാർഷിക കണക്കനുസരിച്ച് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് 30.6 ആണ്. ലക്ഷത്തിൽ എത്ര പേർ എന്ന നിലയിലാണ് ആത്മഹത്യാ നിരക്ക് കണക്ക് കൂട്ടുന്നത്. ദേശീയ നിലയേക്കാൾ ഏറെ ഉയർന്നാണ് ഇപ്പോൾ കേരളം. ഓരോ വർഷം കഴിയും തോറും നമ്മൾ സ്വയം ചാവലിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്തവൻ്റെ വീട്ടിലോ കൂട്ടയാത്മഹത്യ ചെയ്തവൻ്റെ നാട്ടിലോ കയറരുത് എന്നൊരു പഴയ പ്രമാണമുണ്ട്. ചത്തവൻ ചത്തു, പക്ഷേ അതിനുശേഷമുള്ള കുടുംബത്തിൻ്റെ ജീവിതം ആരോർക്കാൻ? മനുഷ്യ മനസ്സാർക്കും പിടികിട്ടാത്ത ഒരു മാന്ത്രിക കുതിരയായി ഏതൊക്കെയോ നിഗൂഢമായ വഴികളിലൂടെ പായുകയാണ്. ഒരു പറച്ചിലുള്ളത്, ഒരു മാനിൻ്റെ പിന്നാലെ എത്ര തവണ ഓടിയാലാണ് ഒരു പുലിക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുക എന്നാണ്. 1, 2, 3 തവണ പരാജയപ്പെട്ടാലും ഒരു പുലിയും നിരാശ തോന്നി മരക്കൊമ്പിൽ തൂങ്ങിച്ചാകാറില്ല. എന്നാൽ കേരളത്തിലെ സംസ്കാര സമ്പന്നനായ മനുഷ്യൻ പരീക്ഷയിൽ തോറ്റാലും പ്രേമിച്ച പെണ്ണിനെ കിട്ടാതെ പോയാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും തൂങ്ങിച്ചാവും. നമ്മൾ അപരിഷ്കൃതരെന്ന് വിളിച്ച് പുച്ഛിക്കുന്ന മനുഷ്യരാരും തൂങ്ങിച്ചാകാറില്ല. ആദിവാസികളാരെങ്കിലും തൂങ്ങിച്ചത്തതായി പുറം ലോകം അറിയുന്നുമില്ല. ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സുഹൃത്തെ. മലയാള കവിതയിൽ കാൽപ്പനിക വിപ്ലവം കൊണ്ടുവന്ന ഇടപ്പള്ളി മരണത്തെക്കുറിച്ച് എഴുതി വച്ച ഒരു വരിയുണ്ട്. എനിക്ക് പാട്ടുപാടുവാൻ ആഗ്രഹമുണ്ട്, എൻ്റെ മുരളി തകർന്നു പോയി കൂപ്പുകൈ. മുരളി ഉണ്ടെങ്കിലേ കവിക്ക് പാട്ടു വരൂ പോലും. ചാവാൻ ഉറയ്ക്കുന്നവനൊരു 100 കാരണങ്ങൾ നിരത്താനുണ്ടാകും. അതിനെല്ലാം പരിഹാരം കാണാൻ ലോകത്തൊരാൾക്കും കഴിഞ്ഞെന്ന് വരില്ല, സൃഷ്ടിച്ചു വിട്ട ദൈവത്തിന് പോലും. അഭിമാനബോധം, കടബാധ്യത, പ്രണയനഷ്ടം, മഹാരോഗം, ഏകാന്തത, ഇതെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ചാകാതിരിക്കാൻ ഞാനും.